അപ്പം ഞാൻ പിന്നെ ഒന്നുകൂടെ ചോദിച്ചോട്ടെ, ഇത് വലിയ കുറച്ച് ആൾക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ള കുറച്ച് ആൾക്കാരുണ്ട്, അവരെ കൂടെ കാണിച്ചിട്ട് ഒരു ചെറിയ കുറിപ്പ് കൂടി ഞാൻ എഴുതി മേടിക്കട്ടെ എന്ന് പറഞ്ഞു. നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഇന്ന് മുതൽ തുടങ്ങിക്കോളും. ഇതെന്നാണ് എൻ്റെ കയ്യിൽ കൊണ്ട് തരുന്നത് അന്ന് പിറ്റേ ആഴ്ച മുതൽ ഞാനിത് പബ്ലിഷ്. അങ്ങനെ ഞാൻ ഈ ചിത്രങ്ങളെല്ലാം ഇവരെല്ലാം കണ്ടു. എം പി വാസുദേവൻ നായർ, മലയാറ്റൂർ രാമകൃഷ്ണൻ, അയ്യോപ്പടിക്കത്തെ ലേഖൻ, സുഗതകുമാരി, പി ഗോവിന്ദപിള്ള, അബൂബക്കർ, ഇങ്ങനെ ഏകദേശം 10-20 പേരോളം ആൾക്കാരുടെ എല്ലാ അഭിപ്രായങ്ങളും മേടിച്ചു. അയ്യോപ്പടിക്കത്തെ വലിയൊരു ലേഖനമായിരുന്നു, അത് മേടിച്ചു. എല്ലാം കൂടി കൊണ്ട് ഞാൻ താമസിച്ച് കൊടുക്കുന്നു. അവർ തീർച്ചയായിട്ടും ഇത് അടുത്ത ആഴ്ച മുതൽ പിറ്റേ ആഴ്ചയിൽ തന്നെ ഇത് പ്രസിദ്ധീകരിച്ചു. അത് എന്നെ സംബന്ധിച്ചു ഒരുപക്ഷെ ഞാൻ ഈ കരിയ ചിത്രങ്ങൾ 6 വർഷം വരച്ച ഈ കരിയ ചിത്രങ്ങൾ ഞാൻ 1-2 എക്സിബിഷൻ നടത്തി തിരുവനന്തപുരത്തോ എറണാകുളത്തോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ട് നടത്തിയ കുറച്ച് പേര് മാത്രം കാണും. പിന്നെ അതിനെക്കുറിച്ച് പക്ഷെ ഇതങ്ങനെയല്ല. ഇപ്പോൾ പോലും 10-25 വർഷങ്ങൾക്ക് മുമ്പ് ഇതാ വന്ന ഇത് ഇപ്പോഴും ചില ആൾക്കാർ കാണുമ്പോൾ പറയും കലി വന്ന കലാമോദി ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടാവുന്ന പരമാവധി പബ്ലിസിറ്റിയോ അല്ലെങ്കിൽ എന്ത് ഇതാണെന്ന് വെച്ചാൽ എനിക്ക് ആ കരിയിലൂടെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ചെയ്യുന്നത് വല്ലപ്പോഴും വിളിക്കുമ്പോൾ ഇതെത്താൻ ഒരുപാട് കത്തുകൾ വരുന്നുണ്ട്, ഒരുപാട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്, നേരിട്ട് വന്നതെന്ന് എന്നോട് പലരും പറയുന്നുണ്ട്. ഒരുപക്ഷെ അക്കാലത്ത് ഈ കാലത്ത് ഒരു സിനിമയെക്കാരോ അല്ലെങ്കിൽ ഒരു പുസ്തകത്തെക്കാരോ ഒക്കെ കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒന്നായിട്ട് മാറിയിട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ അന്ന് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിതാണ്. എൻ്റെ കലാജീവിതത്തിൽ എനിക്ക് മറക്കാൻ കഴിയാത്ത കാരണം ഒരു പക്ഷേ ജയിച്ചെങ്കിലും സാറിന് മാത്രമേ അതിന് കഴിയത്തുള്ളൂ. എന്നുവെച്ചാൽ ഒരു നിങ്ങളുടെ സാധാരണയിൽ നിന്ന് അസാധാരണമായ ഒരു വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയായിരുന്നു. നമുക്ക് അദ്ദേഹത്തിന് പത്രപ്രവർത്തനങ്ങളെ മാത്രമല്ല മറ്റെല്ലാ സിനിമയായിരുന്നാലും മറ്റു രീതിയിലും കഥയിലും സാധിച്ചു വളരെ 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 ഇതാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നമ്മളെയൊക്കെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന അല്ലെങ്കിൽ ചിന്തിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനും അറിയാനും ഇത് ഒരു നല്ല എത്രയോ പേര് ഞാൻ ഈ നിന്ന് പറയുമ്പോൾ പോലും ഇവിടെ ഇരിക്കുന്നവർ പലരും അദ്ദേഹം ഒരുപാട് വളർത്തിയെടുത്ത പലരും ഇപ്പോഴുണ്ട്. അദ്ദേഹം സഹായിച്ച് അദ്ദേഹത്തിന് അല്ലെങ്കിൽ പത്രത്തിലൂടെ മാഗസിനിലൂടെ ഒക്കെ ഒരുപാട് സഹായിച്ച ഒത്തിരി ആളുകൾ ഇപ്പോഴും അനുഭവിക്കുന്നത്. ഇപ്പം ബിന്ദു ഗോപിനാഥ് എന്ന് പറയുന്ന വളരെ കാലം കൊണ്ട് മദ്രാസിലാണ് താമസം. അപ്പോൾ ഇന്ന് ബിന്ദു എന്നെ രാവിലെ വിളിച്ചു, ഞാൻ തിരുവനന്തപുരത്തുണ്ട്, ജയചന്ദ്രൻ സാറിൻ്റെ പരിപാടി ഇന്നാണല്ലോ, തീർച്ചയായിട്ടും അതിനു വേണ്ടി മാത്രമാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ആ മനുഷ്യനെ കുറിച്ച് ഓരോ മനസ്സുകളിലുള്ള എത്ര ശക്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാനെൻ്റെ ഹൃദയത്തിൽ എന്നും സൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ്. കേരളത്തിൽ ഇരുന്ന കാലം മുതൽ, കലാമണ്ഡലിൽ പോയ കാലം മുതൽ, അപ്പോഴെല്ലാം ഏതെല്ലാം രീതിയിൽ നമ്മെ സഹായിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടോ അപ്പോഴെല്ലാം സഹായിച്ചിട്ടുണ്ട്, കൈപിടിച്ച് വരുത്തിയിട്ടുണ്ട്, പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അപ്പം അവരുടെയൊക്കെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹവാത്സല്യങ്ങൾ അല്ലെങ്കിൽ നമ്മളോട് ഇതിനോടുള്ള അല്ലെങ്കിൽ കലയോടുള്ള വെറും പത്രക്കാർക്ക് അല്ലെങ്കിൽ സാഹിത്യകാരന്മാർക്ക് അങ്ങനെ പത്രങ്ങളിൽ ഓഫീസിലേക്ക് ഇരിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അങ്ങനെ വലുതായിട്ട് അറിയണമെന്നോ അതിനെ സ്നേഹിക്കണമെന്നോ അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കണമെന്നും തോന്നാറില്ല. പക്ഷേ അതിൽ നിന്ന് ഒറ്റപ്പെട്ട ഒരു വ്യക്തിത്വം ജയിച്ചിരുന്ന മാത്രമാണ്. അപ്പം ഇന്ന് ഞങ്ങൾ ജയചന്ദ്രൻ സാറിൻ്റെ ആദ്യത്തെ 1-ാം വർഷത്തോടുകൂടി ഒരു അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഞാനും കഥകിരിയും ഇതിൻ്റെ ഭാരവാഹികളുമായിട്ട് ഇന്ന് വീട്ടിൽ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹത്തിന് ഒരു ഓർമ്മയില്ല,
ഇങ്ങനെ നമ്മളെ കണ്ടാൽ ചിരിക്കും. നമ്മളെ ആരും തിരിച്ചറിയാൻ പാടില്ല. ഞാൻ എത്രയോ വർഷം അത് ആ വീട്ടിലും ഓഫീസിലും അദ്ദേഹമായിട്ട് വളരെയോടെ ബന്ധമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മളെ ആരും തിരിച്ചറിയാത്ത ഒരവസ്ഥയിൽ ഇരിക്കുന്നു. സത്യത്തിൽ നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇനി ഒരാഴ്ചയെങ്കിലും നമ്മുടെ മനസ്സിൽ നിന്ന് ഇതിങ്ങനെ മാറാതെ മറിയാതെ ഇങ്ങനെ വേദനയോടുകൂടി കിടക്കുന്ന ഒരവസ്ഥ. ഞാനും ഈ ജയചന്ദ്ര സാറിനെയും എന്നർത്താവിനെയും ഒന്നിച്ചാണ് രണ്ടുപേരും നമ്മൾ ബന്ധപ്പെടുന്നത്. കേരളമന്ത്രിയിൽ ഇരുന്ന കാലത്തും അതിനുശേഷം കലാമന്ത്രിയിൽ പോയ കാലത്തൊക്കെ എല്ലാവരും രണ്ടുപേരും ഒരു ടീമായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ആ ഭയങ്കരമായിട്ടുള്ളൊരു സ്പിരിറ്റ്, ഭയങ്കര രണ്ടുപേരും കൂടെ ചേരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ശക്തി. അത് പത്രമായിരുന്നാലും ശരി, മാഗസീനായിരുന്നാലും ശരി, ഒരു പ്രത്യേക ശക്തി ഉത്പാദിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കേരളമന്ത്രിയിൽ നിന്ന് വന്ന് ഒരു കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അടിയോടി വനംവകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത് ഭയങ്കര അതിരൂക്ഷമായിട്ടുള്ള ഒരു പ്രശ്നമാണ് അന്ന് സൃഷ്ടിച്ചത്. കാരണം അതിനെതിരായിട്ടുള്ള ഒരുപാട് അഴിമതി ഒക്കെ പുറത്തു കൊണ്ടുവന്ന് ഇവർ രണ്ടുപേരും കൂടെയാണ്. അപ്പം അതിനുള്ള അങ്ങനെയൊക്കെയുള്ള വളരെ സാമർത്ഥ്യത്തോടുകൂടി വളരെ ബോൾഡായിട്ട് ചെയ്യാനുള്ള മാനസിക കരുത്തും അവർക്കുണ്ടായിരുന്നു. കലാമന്ത്രിയിൽ പോയതിനു ശേഷം ഇവർ രണ്ടുപേരും ഒന്നിച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ആദ്യത്തെ പുരസ്കാരം ബാബുസാറിന് കൊടുക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷം, മനസ്സിൽ നിറഞ്ഞ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. ഞാനിവിടെ നിൽക്കുമ്പോൾ ഞാൻ പദ്ധതിയോടൊക്കെ ചോദിച്ചു. കാരണം ഇത് കൊടുക്കാൻ ഇവിടെ തിരുവനന്തപുരത്ത് അർഹതയുള്ള ഒത്തിരി ആളുകളുണ്ട്, പത്രക്കാരുണ്ട്, മറ്റ് കലാകാരന്മാരൊക്കെ ഉണ്ട്. എന്നെ തന്നെ ഇങ്ങനെ വിളിച്ചതിൻ്റെ കാര്യം എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ പദ്ധതി പറഞ്ഞ് ഇവർ രണ്ടുപേരുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്തറിയാവുന്ന വളരെ കുറച്ച് ആളുകളെ ഇന്ന് തിരുവനന്തപുരത്തുള്ളൂ. അപ്പം നമ്മളിങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ താങ്കളുടെ പേര് ഇങ്ങനെ എല്ലാവരും പറഞ്ഞു, അങ്ങനെ വിളിച്ചതാണെന്ന് പറഞ്ഞു. എനിക്കതിൽ അതിയായ സന്തോഷമുണ്ട്. ഇവരെ എല്ലാ കാലത്തും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ ആത്മാവ് പോലും അവരോട് കടപ്പെട്ടിരിക്കുന്നു. അത്രമാത്രം ഒരു പ്രശസ്തിയും കൊണ്ടാക്കി തന്ന വ്യക്തിത്വങ്ങളാണ് രണ്ടുപേരും. കേരളത്തിലിരുന്ന കാലത്തൊക്കെ ഇന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ വാർത്ത, എല്ലാ എക്സിബിഷനും വാർത്തയെ കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ഉത്സാഹത്തോടു കൂടി നമ്മളെ പരമാവധി എന്തെല്ലാം രീതിയിൽ സഹായിക്കാനൊക്കെ ഒരു പത്രമുണ്ട്, അതെല്ലാം അവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്നും എൻ്റെ ഓർമ്മയിൽ മരിച്ച ആത്മാവിൻ്റെ കൂടെ നിൽക്കും രണ്ടുപേരുടെയും ഓർമ്മകൾ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.